السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله حق حمده، والصلاة والسلام على من لا نبي من بعده وعلى آله وصحبه أما بعد. ഇന്ന് നമുക്ക് രണ്ട് ബൈത്തുകൾ, രണ്ട് കവിതയിൽ നിന്നുള്ള രണ്ട് വരികൾ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. വളരെ അർത്ഥവത്തായ രണ്ട് വരികളാണ്. അറബി കവിതയാണ്. യഹ്ദർ തഗുസ്സുന്നാസ ലൗ കാന ഗശൗക് ഗാദിർ ബിസുംതിൻ വഖല്ലി ഖാതിറക സാഫി വദ്ദർബു ഖല്ലി സമഹ് ലാ തസ്റഹു ശൗക് യുംകിനു യജീലക യൗം വതമുറു ഹാഫി. അതായത് കവി പറയുന്നത്, യഹ്ദർ തഗുസ്സുന്നാസ്, ജനങ്ങളെ വഞ്ചിക്കുന്നത് ഒഴിവാക്കുക. ജനങ്ങളെ വഞ്ചിക്കരുത്. ലൗകാന ഗശൗക്, ജനങ്ങൾ നിന്നെ വഞ്ചിച്ചാലും, ജനങ്ങൾ ഒരു പക്ഷെ നിന്നെ വഞ്ചിച്ചിട്ടുണ്ടാകും, എന്നാലും നീ ജനങ്ങളെ വഞ്ചിക്കരുത്. ഗാദിർ ബിസുംതിൻ, നീ നിശബ്ദനായി നിലകൊള്ളണം. എവിടെ ചെന്നാലും കയറി സംസാരിക്കാതെ, എവിടെ പ്രവേശിക്കുകയാണെങ്കിലും നിശബ്ദനായിരിക്കുക. ഒച്ചും ബഹളും അതുപോലെ തന്നെ സംസാരമൊന്നും അധികം വേണ്ട. വഖല്ലി ഖാതിറക സാഫി, അങ്ങനെയൊക്കെ നീ ചെയ്യുമ്പോൾ നിന്റെ ചിന്താമണ്ഡലം നിനക്ക് വളരെ ക്ലിയർ ആയിട്ട് നിനക്ക് ലഭിക്കും. കൂടുതൽ കാര്യങ്ങളൊന്നും ചിന്തിക്കാനുണ്ടാവുകയില്ല. ചിന്തിച്ച് വെറുതെ ടെൻഷൻ എടുക്കേണ്ട ആവശ്യം വരില്ല. എന്തെങ്കിലും പറഞ്ഞു പോയാലല്ലേ അത് പറഞ്ഞല്ലോ എന്നുള്ള ടെൻഷൻ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ആളുകളെ വഞ്ചിച്ചാലാണല്ലോ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ടെൻഷനും സ്ട്രെസ്സൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരുന്നാൽ നിനക്ക് ടെൻഷനില്ലാതെ വളരെ ക്ലിയറായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വദ്ദർബു ഖല്ലി സമഹ്, നിന്റെ വഴി നീ എളുപ്പമാക്കുക. അതായത് ആരെയും വിഷമത്തിലാക്കാതെ, പ്രയാസപ്പെടുത്താതെ, എല്ലാവരോടും നല്ല നിലയിൽ, എല്ലാവർക്കും എളുപ്പം ലഭിക്കുന്ന രീതിയിൽ ജനങ്ങളോട് പെരുമാറുക. ആരെയും ബുദ്ധിമുട്ടാക്കാൻ പോകരുത്. ലാ തസ്റഹു ശൗക്, നിന്റെ വഴി നീ എളുപ്പമാക്കുക. ആ വഴിയിൽ നീ എന്ത് വിതറരുത്? മുള്ള് വിതറരുത്. മുള്ള് കൃഷി ചെയ്യരുത്. മുള്ളിന്റെ ചെടി വഴിയിൽ കൃഷി ചെയ്താൽ ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോ നിന്റെ വഴി എപ്പോഴും നീ ക്ലിയർ ആക്കുക. ആരെയും പ്രയാസപ്പെടുത്താതെ, ബുദ്ധിമുട്ടാക്കാതെ വഴിയിൽ മുള്ള് വിതറാതിരിക്കുക. യുംകിനു യജീലക യൗം, ഒരു ദിവസം നിനക്ക് വരാൻ സാധ്യതയുണ്ട്. വതമുറു ഹാഫി, അപ്പോൾ ഒരു പക്ഷേ നീ ചെരുപ്പില്ലാതെ നടക്കേണ്ടി വരും. അപ്പോൾ ചെരുപ്പില്ലാതെ നടക്കേണ്ടി വരുന്ന ഒരു ദിവസം നിനക്ക് വന്നു കഴിഞ്ഞാൽ ആ മുള്ള്, നീ വിതറിയ മുള്ള് നിന്റെ കാലിൽ തന്നെ കുത്തും. അപ്പോൾ നിനക്ക് വിഷമായി തീരും. അതുകൊണ്ട് വഴികളൊക്കെ ക്ലിയർ ആക്കുക. അതിൽ മുള്ള് വിതറാതിരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളെ പ്രയാസപ്പെടുത്താതിരിക്കുക. പ്രയാസപ്പെടുത്തി കഴിഞ്ഞാൽ ആ പ്രയാസം ഒരു പക്ഷേ നിനക്ക് തന്നെ വന്നു ഭവിച്ച് നീ വിഷമത്തിലായിത്തീരും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധയോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലെങ്കിൽ പ്രയാസമായിരിക്കും.
ശ്രദ്ധിച്ചാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതില്ല. അസ്സലാമു അലൈക്കും.